ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് ഒരു പുതിന കൃഷിയാണ്. നമ്മുടെ നാട്ടിലും മല്ലിയിലയും പുതിനയിലയൊക്കെ വളരെ ഭക്ഷ്യയോഗ്യമായി മാറിയിരിക്കുകയാണ്. എല്ലാത്തിനും ഇപ്പം അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുതിനയൊക്കെ വളരെ നമ്മുടെ വയറ്റിനും ദഹന പ്രക്രിയക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇനി കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പുതിന ചെടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പുതിന ഞാൻ വാങ്ങിയതായിരുന്നു ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇലയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തണ്ടെടുത്തിട്ട് ഇങ്ങനെ ഒരു കുപ്പി എടുത്ത് കുപ്പിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഹോളിൽ കൂടെ അതിൻ്റെ ആ കൊമ്പുകളെല്ലാം താഴോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഒരുപാടങ്ങ് വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് താഴ്ത്തി വയ്ക്കണം. ഇങ്ങനെ വെച്ചതായിരുന്നു ഇത്. ഇപ്പം ഒരു 5 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. 4-5 ദിവസം ആയപ്പോഴത്തേക്ക് 3-ാം ദിവസം തൊട്ട് ഇത് നല്ലോണം പൊടിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നല്ല വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടില്ലേ? താഴെ വശത്തുനിന്നേ അതിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ പുതിയ തണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് വെറും തണ്ട് മാത്രമേ ഉള്ളായിരുന്നു. ഉള്ള ഇല ഇങ്ങനെ ഉണങ്ങി പോയായിരുന്നു കേട്ടോ. കണ്ടില്ലേ? ഉണങ്ങി നിൽക്കുമായിരുന്നു. അപ്പം പുതിയ തണ്ടുകൾ വരുന്നതാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് വെറും വെള്ളമാണ് ഇത് വെച്ചിരുന്നത്. ഇപ്പോൾ ഈ തണ്ട് ഇതിൽ കിടന്നുകൊണ്ടാണ് അതിന് നിറവ്യത്യാസം വന്നത്. അപ്പം വീണ്ടും നമുക്ക് അതുപോലെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗ് റെഡിയാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാം. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ടിരുന്നാൽ മതി. ഒരുപാടങ്ങ് വെള്ളത്തിൽ താന്നു പോയാൽ അഴുകിപ്പോവും. അപ്പം നമുക്കിനി ഗ്രോ ബാഗിനകത്തോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതിനകത്ത് 3/4 ഭാഗം മണ്ണ് നിറച്ചിരിക്കുകയാണ്. മണ്ണ് നമ്മുടെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണുണ്ടല്ലോ, അതിനകത്ത് നിറച്ചിരിക്കുകയാണ്. അപ്പം പച്ച ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് നടുക്ക് ഒരു വള്ളിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിന. ഒരാഴ്ചയായിട്ട് വെള്ളത്തിലിരുന്ന പുതിനയാണ്. അപ്പം നല്ലതുപോലെ കൊമ്പുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ലതുപോലെ എല്ലാ തണ്ടിൽ നിന്നും ഇങ്ങനെ കൊമ്പുകൾ വരാനായിട്ട് തുടങ്ങി. ഞാൻ എല്ലാം കട്ട് ചെയ്ത് പിന്നെ കൊണ്ടുവന്നത് ആ ബണ്ടിലോടുകൂടി ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ് ഇതേപോലെ കൊമ്പുകൾ കിളിച്ച് വരുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. അതിൻ്റെ ഇലകൾ മാത്രം പറിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ടുകൾ വേണമെങ്കിൽ കുഴിച്ചിട്ടാലും മതി. അതിൻ്റെ തുമ്പത്ത് സ്വല്പം ഇല വെച്ചേക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ നല്ല മുറ്റിയ തണ്ടുകൾ വേണം ഇത് കുഴിച്ചിടാനായിട്ട്. പിഞ്ച് കമ്പുകൾ കുഴിച്ചിട്ടാൽ കിളിക്കാൻ പാടായിരിക്കും, അത് അഴുകിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മണ്ണിനകത്തോട്ട് കുഴിച്ചിടുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ കേരാപ്പീറ്റാണ്, അതായത് നമ്മുടെ ചകിരിച്ചോറാണ്. ഇപ്പോൾ ഈ മണ്ണിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇടാമെന്ന് കരുതുന്നു. കാരണം നല്ല വേരോട്ടമൊക്കെ ഉണ്ടാവാനായിട്ട് ഈ കല്ലിനകത്ത് ഈ കട്ടിയുള്ള മണ്ണിനകത്ത് വെക്കുന്നതിൽ നമ്മൾ സ്വല്പം ചകിരിച്ചോറ് ഇടാമെങ്കിൽ അത് നല്ലതുപോലെ പെട്ടെന്ന് കിളിച്ച് വരും. എല്ലാം നല്ലതുപോലെ വെക്കുക. എല്ലാം ഒന്ന് ഉടച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്കിതിനെ പെയ്യെ അതിൻ്റെ വേരൊന്നും പോകാത്ത രീതിയിൽ പുറത്തോട്ടെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് നട്ടു കൊടുക്കാം. എന്നിട്ട് താഴെ തൊട്ടേ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്, കൊമ്പുകൾ വരുന്നുണ്ട്. ഇതെന്നിട്ട് നമ്മൾ തണലത്ത് വെക്കണം. കൊണ്ടുവന്ന് വെയിലത്തൊന്നും വെച്ച് കളയരുത്. നമ്മൾ ഏതെങ്കിലും ഷെയ്ഡിൻ്റെ കീഴിലൊക്കെ വെക്കുക. സ്വല്പം നേരം ഒന്ന് വെയിൽ ഒളിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് വെള്ളവും കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ വേര് ചീഞ്ഞു പോകാനായിട്ട് ഇടയാവും. അതുപോലെ തന്നെ ഇതിനെ കിടത്തി വേണമെങ്കിലും വെക്കാം. കുറച്ച് നമുക്കിങ്ങനെ കിടത്തിയും വയ്ക്കാം കേട്ടോ. അത് എവിടെന്നെങ്കിലുമൊക്കെ കൊമ്പുകൾ മേലോട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ കയ്യിരുന്ന കൊമ്പുകളെല്ലാം ഇതിൽ നട്ടിട്ടുണ്ട്. അതിനകത്ത് സ്വല്പം വെള്ളം കൂടെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേര് വരുന്നത് ചീഞ്ഞു പോവും. അതാണ് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. രാവിലെയും വൈകുന്നേരവും ഇതുപോലെ സ്വല്പം വീതം വെള്ളം നനച്ചു കൊടുക്കണം, മാത്രം മതി. ഇനി നമുക്കെടുത്തത് ഷെയ്ഡിൻ്റെ കീഴിലോ തണലത്തോ കൊണ്ടുവന്ന് വയ്ക്കാം.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ പുതിനയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ തണ്ടൊക്കെ കുഴിച്ചിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇനി വീഡിയോസൊക്കെ ഇനി ട്രെയിലർ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നന്ദി, നമസ്കാരം.